ഓക്കെ. പക്ഷെ നിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഇവൻ ഇന്നലെ അത്ര ആക്റ്റീവായിട്ട് നിന്നതുപോലെ നീ നിൽക്കുമോ എന്നുള്ളൊരു സാധനം 100% നിൽക്കും. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ നിൽക്കും. നിങ്ങൾക്കറിയാത്തോണ്ടാ ഗബ്രി അത് അതെനിക്ക് വയ്യാണ്ടാവുമ്പോ നിങ്ങൾ കാണുള്ളൂ. നിൽക്കും. ഇവള് നിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവള് നിൽക്കും. നിങ്ങളൊന്ന് കാണും. നിനക്ക് വയ്യാണ്ടായപ്പോ ഇവൾക്കും വയ്യാണ്ടായപ്പോ ഇവള് കൂടുതൽ കൺസേൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീയായിരുന്നു. എനിക്കറിയാം. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് ഇവൾക്ക് വയ്യാണ്ടായപ്പോഴും നീ ഗബ്രി നോക്ക്, ഗബ്രി ഉറങ്ങിയോ നോക്ക്, ഗബ്രി ഫുഡ് കഴിച്ചോ നോക്ക്, ഗബ്രി എനിക്ക് പൊളിഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ടാണ് നീ ചോദിക്കുന്നതെങ്കിൽ ഞാനൊരു സിമ്പിൾ ആയിട്ട് കാര്യം പറയട്ടെ. അതിനൊരു ആൻസർ കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോണം. അല്ലാതെ അതിനൊരു ഉത്തരം കിട്ടൂല. എത്ര തെരഞ്ഞാലും ഏത് മറ്റേ ആമാടപ്പെട്ടി തുറന്നാലും നേരിട്ട് ഇടപെട്ടാലും അതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ പോണം, അല്ലെങ്കിൽ ഇവള് പോണം. അല്ലാതെ അതിനൊരു ഉത്തരം ഒരു മിനിറ്റ് ഇതുകൂടി പറഞ്ഞോട്ടെ. എനിക്ക് ഓണസ്റ്റ്ലി മടുത്തു ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച്. ഞാൻ ഇപ്പൊ ഇതാണ് ഇവിടെ പ്രശ്നം. കാരണം ഇത് സംസാരിച്ച് തീരില്ല. കാരണം ഇവിടെ എനിക്കിത് സംസാരിച്ച് എനിക്കിത് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എത്തി. എനിക്ക് ഇതിന്റെ ഒരു അടിവരെ ഇടണം. എനിക്ക് ഈ സംഭവം ഞാൻ പറഞ്ഞു തീർന്നില്ല. എനിക്ക് ഈ സംഭവം പറഞ്ഞ് തീർത്ത് ഇതിൽ എനിക്ക് ജനങ്ങൾക്ക് ഒരു സാധനം കൊടുത്തു കഴിയുമ്പോ പിന്നെ ഇതാവരുത്. ഇത് ഫുൾ ഇതെന്താ സംഭവിക്കാന്ന് വെച്ചാല് പറഞ്ഞു തീർന്നില്ല ഗബ്രി. ഈ പോയിന്റ് ഞാൻ മറന്നു പോകും. എനിക്ക് ഇതിനോടുള്ള ഉത്തരം ഇപ്പൊ തന്നെ കൊടുക്കും. ഞാനത് പറഞ്ഞു തീർന്നിട്ട് നീ സംസാരിച്ചു. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാല് എഴുതി ആ ഒരു പേനയും വെച്ച് സംഭവം എഴുതി വരുവാണെ. എഴുതി തീരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ക് തീർന്നു പോവാ. ആ ഇങ്ക് തീർന്നതും വെച്ച് പിന്നെ ഇങ്ങനെ എഴുതി വിട്ട് എഴുതി പോവാ. ഇതിനൊരു അടിവരെ വീഴുന്നില്ല. ഇങ്ക് തീരുകയാണ്, എഴുതുകയാണ്, പിന്നെ മറ്റേ ബ്ലാ 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 എഴുതി പോവാ. അടിവരെ ഇല്ല. ഇത് വീണ്ടും വേറൊരു പേന എടുത്തു വെച്ച് എഴുതി തുടങ്ങുകയാണ്. ആ തുടങ്ങുന്നത് എവിടുന്നെന്ന് അറിയാമോ? ആദ്യം തൊട്ടാണ് വീണ്ടും ഇത് എഴുതി തുടങ്ങുന്നത്. ഇങ്ങനെ പോവാണ്. ഇതൊരു അടിവരെ ഇടാൻ ശ്രമിക്കുമ്പോ ഒന്നില്ലെങ്കിൽ പേപ്പർ തീരണം, അല്ലെങ്കിൽ പേന കിട്ടാണ്ടിരിക്കും. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനൊരു അടിവരെ വീഴും. എനിക്കിതാ സുഖം ആണല്ലേ. എവിടെ ഓടിച്ചാടി കയറി മറ്റേ കട്ടിലേക്ക് കയറുവാണെങ്കിൽ മാത്രം മരത്തില്ലേ. അതോ ഞാൻ രാത്രി മറ്റുമില്ല, രാവിലെ ഷൂ മൊത്തം അഴുക. എന്റെ 2 ഷൂ വിറ ഇരിക്കോ തരുന്നില്ല. ഇപ്പൊ ഞാൻ നിന്നെ ഇരുത്തി പറഞ്ഞു പോലും നാളെ ഇനി ആരും പറയരുത്. റസ്മിന്റെ അടുത്ത് ഞാൻ മാറി ഇരുന്നിട്ട് ഗബ്രിയുടെ കുറ്റങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഗബ്രി ഇല്ലാതെ ഗബ്രിയെ ബാക്കിലിരുന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഗബ്രി ഇരിക്കെ ഞാൻ ചോദിക്കുന്നത്. ഇത് ഗബ്രിയുടെ കുറ്റങ്ങളോ ഇതിനകത്ത് എന്റെ മിസ്റ്റേക്കുകളുണ്ട്. എന്റെ ഒരുപാട് തെറ്റുകൾ കൂടുതലും എന്റെയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇവൻ ഒരു കാര്യത്തില് ഇവൻ മിണ്ടാതായി സൈലന്റ് ആയിരുന്നു. ആക്ച്വലി എനിക്ക് അവനെ അങ്ങ് വിട്ടാ മതി. അവൻ മിണ്ടാതിരുന്നു. ഇപ്പൊ നീ എന്റെ അടുത്ത് മിണ്ടാതിരിക്കുന്നു വിചാരിച്ചു. ഞാൻ എന്തെന്ന് അറിയാമോ? അങ്ങ് വിട്ടേക്കും. കുറച്ച് കഴിയുമ്പോൾ എനിക്കറിയാം ഒരു പന്ത് എറിഞ്ഞാൽ തിരിച്ച് കൈ വരും എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് വരും. അപ്പൊ ബാക്കിയുള്ളവർ ഒരു പന്ത് എറിഞ്ഞു വരുന്നെങ്കിൽ വരട്ടെ, പോയാ പോട്ടെ എന്നാണ്. പക്ഷെ ഗബ്രിയുടെ കേസിൽ എന്താന്ന് വെച്ചാല് ഗബ്രി എറിഞ്ഞു കഴിയുമ്പോ എനിക്ക് സ്പോട്ടിൽ എനിക്ക് തിരിച്ചു വേണം. ഇവനെ കൈ കിട്ടാതാകുമ്പോ എനിക്കിന്ന് വെപ്രാളം തുടങ്ങും. ഇവനോട് മിണ്ടാതാവോ ഇവന്റെ അടുത്ത്, അങ്ങനെ ആ ഒരു സാധനം എനിക്ക് വരും. പക്ഷെ ആക്ച്വലി ഇവന് വിട്ടാൽ മതി. അപ്പൊ പിന്നെ ഞാൻ എന്താ എനിക്ക് എന്തെന്ന് വെച്ചാല് പറഞ്ഞോട്ടെ മറന്നു. എന്തുവാ ഞാൻ പറഞ്ഞോട്ടെ? കാരണം നമ്മള് സ്ക്രീനിൽ കാണുമ്പോ ഇങ്ങനെയൊന്നും അല്ല. മറ്റേ അല്ലെങ്കിൽ നീ ഇതെങ്ങനെ അറിയോ? ഇതിങ്ങനെ ഇരിക്കണത് ഇങ്ങനെ ബുൾഗാനോ അല്ല, മറ്റേ അതിന്റെ അടുത്തുണ്ട്. എന്റെ പേര് തന്നപ്പോ എന്താ പറയുക വന്നപ്പോ അവര് ലിസ്റ്റ് തന്നതിൽ സിസറും സാധനങ്ങളും കൊണ്ടുവരും. അപ്പൊ ഞാൻ വെച്ച് ട്രിമ്മറൊന്നും പറ്റില്ല, ഞാൻ ഇവിടെ തരുമെന്ന് വിചാരിച്ചു. ട്രിമ്മറും നടക്കാൻ പറ്റത്തില്ല. അവന് കാലിൽ അടിവശം കീറി പറഞ്ഞിരിക്കും. അല്ല എനിക്കത് എപ്പോഴാ തോന്നുന്നത് അറിയോ? സീൻ ഓർമ്മ ഉണ്ട്. പുറത്തെങ്ങാണ്ട് ചേച്ചി പോയിട്ടൊരു ഈ ക്യാമറയിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പഴാ ഞാൻ വിചാരിച്ച ഇപ്പൊ സീനില്ലല്ലോ. അപ്പൊ ഓക്കെ അല്ലേ? പുറത്തിറങ്ങി വന്നിട്ട് മറ്റേ പരിപാടി തന്നെ അല്ലാതെ മാറ്റൊന്നുമില്ല.
ഫ്രീ ആണോ? ഗെയിം കളിച്ചാലോ? ഒരു ഗെയിം കളിക്കാൻ ഫ്രീ ആവണം. അങ്ങനെ പറയാം. എല്ലാരും ഫ്രീ ആവണം. ഒരു ഗെയിം പറയാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കളിക്കാം. ഹൈഡ് ആൻഡ് സിക്ക് ഗെയിം പേര്. പറയാ അതിന്റെ എക്സ്പ്ലനേഷൻ ഒരു സജഷൻ പറയട്ടെ. പറയൂ. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആ ഒരു ഗെയിം ഒരു മിനിറ്റ്. ഓക്കെ പോയിട്ടോ. അതിനേരം നല്ല എന്താ പറയാ ട്രഷർ ഫണ്ട് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാം. പവറിങ്ങനെ എന്തെങ്കിലും ഒരു മിഠായിയോ സാധനം അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ പഴമോ കുറേ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അതിനകത്ത് ഒളിപ്പിച്ച് വെക്കാം. ഏജൻസിക്ക് ആകുമ്പോൾ കുറേ കൺഫ്യൂഷൻ ആവും, ആളുകളും അല്ലേ. നൈസ് ഐഡിയ. പക്ഷെ പവറും കയറാൻ പറ്റില്ല. ചോദിച്ചാൽ മതി, അവരോട് പറഞ്ഞാൽ മനസ്സിലായി? ഇല്ല ഒരു മിനിറ്റ്. ചേഞ്ച് പറഞ്ഞ ഐഡിയ അല്ലേ. ഇന്നൊന്നും ഒരു ഓപ്ഷൻ തരാ. ട്രഷർ ഹണ്ട് പോലെ ഒന്ന് ഒളിപ്പിച്ച് വെക്കുന്നത്. ഇപ്പൊ പവർ ടീമിലേക്ക് അത് ഞങ്ങളും തീരുമാനിക്കണം. ഓക്കെ ട്രഷർ ഹണ്ട് ഓറഞ്ച് ഞാൻ കുറച്ച് പൊളിച്ചേരാ. അതിനല്ലേ അത് ഞാൻ പൊളിച്ചേരാ. നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ നന്നായിട്ട്. നെക്സ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യാം. മുമ്പായിരുന്നെങ്കിൽ ഞാൻ വാദിച്ച് പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞാനിപ്പോ വാദിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ വാദിക്കാറേ ഇല്ല. ഞാൻ ഒരു കാര്യം ഇവൻ ഇപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്. ഇവനിപ്പോ പറയുന്നത് ഇവന്റെ അടുത്ത് നടക്കാൻ കൺക്ലൂഷൻ വേണ്ടേ? അല്ല, എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് വീണ്ടും ഒന്നേന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞത് തന്നെ 50,000 തവണ പറഞ്ഞോണ്ടിരിക്കുക. ഇതിപ്പോ എങ്ങനെ എടുത്താലും എന്തെന്ന് പറഞ്ഞാലും എനിക്കൊരു സാധനം വേണം റസ്മിനെ. കാരണം ഇതില്ല. എന്താണ് വേണ്ടത്? അതല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞു തീർത്തിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അത് എന്താണ്? ആക്ഷൻ. ഒന്നെങ്കിൽ ആക്ഷൻ അവിടെ നിർത്തണം. പക്ഷേ തീർന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇതേവരെ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പക്ഷെ എന്തെന്ന് വെച്ചാല് ഒറ്റ ഡയലോഗ് എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അത് പറയാൻ എനിക്ക് പറ്റില്ല. ഇവള് തുടക്കം